ദെൻ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സലിൻ്റെ അൽഗോരിതമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് DFS-AM എന്ന് പറഞ്ഞിട്ടുള്ള അൽഗോരിതം. സോ ഇതിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നത് V എന്ന് പറഞ്ഞ ഒരു വേർട്ടെക്സ് ആണ്. ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ്. നമ്മൾ ഗ്രാഫിൽ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ്, ഈ ഒരു ട്രാവേഴ്സലിന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണോ ചൂസ് ചെയ്യുന്നത് അതാണ് സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. ദെൻ N എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ദ ഗ്രാഫ്. സോ ഗ്രാഫിലുള്ള നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയാണോ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്യാരക്ടറാണ് N, ക്യാപിറ്റൽ ലെറ്റർ N. ദെൻ ഔട്ട്പുട്ട് an array visit giving the order of the visit of the vertex during traversal. സോ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഒരു എറേ ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതെന്ന് പറയുന്നത് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറേ ആണ്. സോ അതിൽ സ്റ്റോർ ചെയ്യുന്ന എന്താണ്, നമ്മൾ വേർട്ടക്സിനെ എങ്ങനെയാണോ നമ്മൾ വിസിറ്റ് ചെയ്തത്, ട്രാവേഴ്സലിന് സമയത്ത് വേർട്ടിസസിനെ എങ്ങനെയാണോ നമ്മൾ വിസിറ്റ് ചെയ്ത് ഈ ഒരു ഓർഡറിലായിരിക്കും ഈ ഒരു വിസിറ്റ് എന്ന് പറഞ്ഞ എറേയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള. സോ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു സ്റ്റാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാക്കിൻ്റെ നെയിം ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാക്കാണ്. സോ അതിലാണ് നമ്മൾ വേർട്ടിസസ് ഹോൾഡ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി ഇതെന്തായിരിക്കും, ഈ ഒരു സ്റ്റാക്ക് എംപ്റ്റി ആയിരിക്കണം. ഓക്കെ, സോ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ GPTR എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട് ഗ്രാഫിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നേരത്തെ കേസസിൽ നമ്മൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ കേസസിൽ എന്താണ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തത്, ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ കേസസിൽ നമ്മൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റെപ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഈ ഒരു ഗ്രാഫ് എംപ്റ്റി ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഈ GPTR ഈക്വൽ ടു നൾ, ദെൻ പ്രിൻറ്റ് ഗ്രാഫ് ഈസ് എംപ്റ്റി ആൻഡ് എക്സിറ്റ്. സോ GPTR എന്നുള്ളത് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. നള്ളാണെങ്കിൽ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യണം, ഗ്രാഫ് എംപ്റ്റി ആണെന്ന് പ്രിൻറ്റ് ചെയ്യണം. ദെൻ ഇതിന്ന് എക്സിറ്റ് ചെയ്ത് പോകണം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യം തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അത് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അത് നമ്മൾ ചെക്ക് ചെയ്ത് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് U എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. സോ അതിലാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്, ഏത് ഓർഡറിലാണോ നമ്മൾ വേർട്ടിസസിനെ വിസിറ്റ് ചെയ്യുന്നത് ആ ഒരു ഓർഡർ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. സോ ആ സ്റ്റാക്കിൽ നമ്മൾ U എന്ന് പറഞ്ഞ വേർട്ടിക്സ് സ്റ്റാർട്ടിംഗ് വേർട്ടിക്സിൻ്റെ നമ്മൾ സ്റ്റാർട്ടിംഗ് വേർട്ടിസസ് ആണ് ആദ്യം വിസിറ്റ് ചെയ്യുന്നത്. സോ അതിനെ സ്റ്റോർ ചെയ്യണം. സോ അതാണ് ഓപ്പൺ ഡോട്ട് പുഷ് ഓഫ് U എന്ന് പറഞ്ഞ വേർട്ടിസസിനെ നമ്മൾ എന്ത് ചെയ്തു, ഓപ്പൺ എന്ന് പറഞ്ഞ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, സോ പുഷ് ദ സ്റ്റാർട്ടിംഗ് വേർട്ടിസ് ഇൻ ടു ഓപ്പൺ. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് നള്ളാവാത്ത കേസസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടൈംസും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകണം. ടോപ്പ് നള്ളാവാത്ത കേസസ്, ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാക്കിൻ്റെ ടോപ്പ് നള്ളാവാത്ത കേസസ് നമ്മൾ ഇതേ കുറച്ച് പ്രോസസ്സുകൾ ഈ പോപ്പിങ് ചെയ്ത് അത് ഓൾറെഡി വിസിറ്റഡ് ആയിട്ടുള്ള എറയാണോ എന്ന് ചെക്ക് ചെയ്യുക, അതിൻ്റെ പോപ്പ് ചെയ്യുക, അതൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കണം, ഐട്രേറ്റീവായിട്ട് ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മൾ ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യണം. വൈൽ ലൂപ്പിൻ്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓപ്പൺ ഡോട്ട് ടോപ്പ് നോട്ട് ഈക്വൽ ടു നൾ. നള്ളല്ലാത്ത കേസസിൽ, ഓപ്പൺ എന്ന് പറഞ്ഞ സ്റ്റാക്കിൻ്റെ ടോപ്പ് നള്ളല്ലാത്ത കേസസിൽ മാത്രം ഫോളോയിങ് സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യുക. അതർവൈസ് എന്ത് ചെയ്യുക, ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് പോവുക. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പിൽ കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാക്ക് എംപ്റ്റി ആകുന്നവരെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് പോകും. ഓക്കെ, ദെൻ വൈൽ ലൂപ്പിൻ്റെ ഇൻസൈഡായിട്ട് നമ്മൾ സബ് സ്റ്റെപ്സ് ചെയ്താണ്. ഫസ്റ്റ് സബ് സ്റ്റെപ്പ് ആണ് A എന്ന് പറഞ്ഞിട്ടുള്ള റെപ്രസെൻറ്റ്. സോ U എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ഓപ്പൺ ഡോട്ട് പോപ്പ് നമ്മൾ സ്റ്റാക്ക് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാക്കിൽ നിന്ന് ഓരോ എലമെൻസിനെ പോപ്പ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഓരോ എലമെൻറ്റിനും പോപ്പ് ചെയ്തിട്ട് U എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. പോപ്പ് ദ ടോപ്പ് എലമെൻറ്റ് ഫ്രം ദ ഓപ്പൺ എന്ത് ചെയ്യുക, ടോപ്പ് എലമെൻറ്റിനെ പോപ്പ് ചെയ്യുക. ദെൻ അതിൻ്റെ സ്റ്റെപ്പായ B എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഈ ഒരു എറയിലുള്ള ലിസ്റ്റ് നമ്മളിപ്പോൾ പോപ്പ് ചെയ്ത് ടിസസ് ഓൾറെഡി എറേ ലിസ്റ്റിൽ നമ്മൾ വിസിറ്റ് എന്ന് പറഞ്ഞ എറയാണ് ഇതിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ അതിൽ സ്റ്റോർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഓൾറെഡി ഈ ഒരു വിസിറ്റ് V എന്ന് പറഞ്ഞ വേർട്ടിസസ് ഓൾറെഡി
നമ്മളെ വിസിറ്റ് എന്ന് പറഞ്ഞ എറേയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇഫ് സെർച്ച് എറേ വിസിറ്റ് യു ഈക്വൽ ടു ഫോൾസ് ദെൻ പറഞ്ഞിട്ട് നമ്മൾ എഴുതി. സോ നമ്മൾ സെർച്ച് എറേ ചെയ്യാണ്, വിസിറ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് യുവിനെ കൊണ്ട് സെർച്ച് ചെയ്യാണ്. അത് ഫോൾസ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ സബ് സ്റ്റെപ്സ് ചെക്ക് ചെയ്യും. അതർവൈസ് എന്താണ്, ട്രൂ ആകുന്ന കേസസിൽ എന്താണ്, ആ ഒരു എലമെൻറ്റിന് നമ്മൾ വിസിറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. ഫോൾസ് ആണ്, അങ്ങനെ ഒരു എലമെൻറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറേയിൽ ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, ഈ ഒരു യു എന്ന് പറഞ്ഞ വേരിയബിളിനെ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറേയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് സബ് സ്റ്റെപ്പായിട്ട് റോമൻ നമ്പേഴ്സിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തു, ഇൻസേർട്ട് എറേ. വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറേയിലേക്ക് നമ്മൾ യു എന്ന് പറഞ്ഞ വേർട്ടീസസിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ യു എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസിനെ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസ് എറേയിൽ പ്രസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു. പ്രസൻ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. സ്റ്റോർ വി ഇൻ വിസിറ്റ്. വിസിറ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് വി എന്ന് പറഞ്ഞ വെർട്ടീസസിനെ ആഡ് ചെയ്യുക. വി എന്ന് പറഞ്ഞ വെർട്ടീസസ് തന്നെയാണ് നമ്മൾ യുവിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് സബ് സ്റ്റെപ്പ് നോക്കുക. നമ്മൾ എന്താണ്, അതുമായിട്ട് ഈ ഒരു വി എന്ന് പറഞ്ഞ വേർട്ടീസസിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള എല്ലാ വേർട്ടീസസിനെയും നമ്മൾ എവിടെ പുഷ് ചെയ്യണം, ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാണ്. ഫോർ ഐ ഈക്വൽ ടു 1 to and do if GPTR of V of I equal to 1 then open push of I. So GPTR V നമ്മൾ കറൻ്റ്ലി പുഷ് ചെയ്ത അല്ലെങ്കിൽ വിസിറ്റ് ചെയ്ത ഈ ഒരു വേർട്ടീസസിൻ്റെ അഡ്ജസൻസ് വേർട്ടീസസിനെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. GPTR ഓഫ് വി ഓഫ് ഐ എന്ന് ചെക്ക് ചെയ്യുന്നത്. ദെൻ അത് ഈക്വൽ ടു 1 ആണെങ്കിൽ, സോ ദാറ്റ് മീൻസ് എന്താണ്, അത് ഈ ഒരു വേർട്ടീസസ് കറണ്ട് നമ്മൾ വിസിറ്റ് ചെയ്ത അല്ലെങ്കിൽ കറൻ്റ്ലി നമ്മൾ വിസിറ്റിലേക്ക് ആഡ് ചെയ്ത ആ ഒരു വേർട്ടീസസുമായിട്ട് അഡ്ജസൻസി ഉള്ള വേർട്ടീസസ് ആണ് എന്നുള്ള മീനിങ് ആണ് ഈക്വൽ ടു ഐ ആണെങ്കിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഐനെ നമ്മൾ എവിടെ പുഷ് ചെയ്യണം, ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇഫ് ലൂപ്പിനെ എൻഡ് ചെയ്യുക, ഫോർ ലൂപ്പിനെ എൻഡ് ചെയ്യുക, ദെൻ ഇഫ് ലൂപ്പ് ബി സ്റ്റെപ്പിലുള്ള ഇഫ് ലൂപ്പിനെ എൻഡ് ചെയ്യുക, ദെൻ ഫോർത്ത് സ്റ്റെപ്പിലുള്ള വൈ ലൂപ്പിന് എൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ വിസിറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്താണ്, വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് എറേയാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്താണ്, നമ്മൾ എങ്ങനെയാണോ ഈ ഒരു ഗ്രാഫിനെ ട്രാവേഴ്സൽ ചെയ്ത് ആ ഒരു വേർട്ടീസസിനെ എങ്ങനെയാണോ വിസിറ്റ് ചെയ്ത് ആ ഒരു ഓർഡറാണ് എന്ത് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറേയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുത്ത ഡാറ്റ എന്ന് പറയുന്നത്. സോ അതാണ് എന്ത് റിട്ടേൺ ആയിട്ട് വരേണ്ടത്. സോ റിട്ടേൺ വിസിറ്റ് എന്ന് പറഞ്ഞ എറേനെ അവിടുന്ന് റിട്ടേൺ ചെയ്യുക ഫിഫ്ത്ത് സ്റ്റെപ്പിൽ. ദെൻ സിക്സ്ത് സ്റ്റെപ്പിൽ ഇതെന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഈ ഒരു അൽഗോരിതം എൻഡ് ചെയ്യുക എപ്പോഴാണ്, എം ടി ആവുന്ന കേസസിലാണ് എന്ത് ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ടോപ്പ് എന്താണ് നള്ളാവുന്ന കേസസിലാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് പോകുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ഒരു അൽഗോരിതത്തിൽ നിന്ന് എൻഡ് ചെയ്ത് പോകണം.